കോൺഗ്രസിലെ ഇപ്പോഴത്തെ ചർച്ച ഭരണം കിട്ടുമ്പോൾ മന്ത്രിമാരാകേണ്ടവരെയും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നടത്തേണ്ട ചില മാറ്റങ്ങളെയും പറ്റിയാണ്. ഒന്നാമതായി KPCC പ്രസിഡന്റിനെ മന്ത്രിയാക്കിയിട്ട് അതിനു പകരം ആരെ കൊണ്ടുവരണമെന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് അവിടുന്ന് ജയിച്ചിട്ട് പോരെ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന് ഇനി ഒരു വാചകത്തിലുള്ള പത്രക്കുറിപ്പ് കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കണം. കേരളത്തിലെ കോൺഗ്രസിനെ പിരിച്ചുവിട്ടു വന്ന ഒറ്റ വാചകം. മനുഷ്യന് ക്ഷമയ്ക്കും ഒരതിരുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പടി കാണുകയെന്ന് പറയും പോലെയാണ് ഇപ്പോഴതും കടന്നുപോയി. 1967 ഇതുപോലെ നശിച്ചു വെണ്ണീറായ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നത് K കരുണാകരനായിരുന്നു. സൈക്കിൾ ചവിട്ടാൻ അറിയാമെന്ന ഒറ്റ ഗുണം കൊണ്ട് അന്നത്തെ നേതാവ് MA ജോൺ KSUവിൽ നിന്ന് കടമെടുത്ത AK ആന്റണിയും അയാളുടെ ചില കൂട്ടാളികളും ചേർന്ന് പാർട്ടിയിൽ ഉയർത്തിയ അപശബ്ദങ്ങൾ അത് പക്ഷേ ആരോഗ്യപരമായ ചില മത്സരങ്ങൾക്ക് വഴിതെളിച്ചു എന്നല്ലാതെ ഇന്ന് കാണുന്നത് പോലെ പാർട്ടിയെ ഒന്നാകെ നശിപ്പിക്കുന്ന രീതിയിലേ അല്ലായിരുന്നു. മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ 2006 മുതൽ ഉമ്മൻചാണ്ടിയെ മര്യാദ പഠിപ്പിക്കുവാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ മുഴുവൻ തോൽപ്പിക്കാൻ ശ്രമിച്ച രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിന്റെ അപജയങ്ങൾക്കെല്ലാം ഒന്നാം കാരണക്കാരനെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിന് പ്രധാനമായി ചുക്കാൻ പിടിച്ചത് ഡൽഹിയിലിരുന്ന് കേരളത്തെ ഭരിക്കുന്ന KC വേണുഗോപാലാണ്. ഉമ്മൻചാണ്ടിയെ വെട്ടിക്കൂട്ടി പരുവമാക്കി കൊട്ടയിലാക്കി വെച്ചിരുന്ന സമയത്താണ് KC വേണുഗോപാൽ കളം പിടിക്കുവാൻ വേണ്ടി ഒരു മുഴം മുമ്പേ എറിഞ്ഞത്. അതായത് K കരുണാകരൻ എന്ന ഗുരുവിനെ വെട്ടി വീഴ്ത്തുവാൻ കൂട്ടുനിന്ന രമേശ് ചെന്നിത്തലയെ വെട്ടി വീഴിക്കുവാൻ അയാൾ ശിഷ്യനായി കൊണ്ടുവന്ന KC വേണുഗോപാൽ മറ്റൊരു ശിങ്കിടിയായ VD സതീശനെ ഉപയോഗിച്ചുവെന്ന് മാത്രം. നന്ദികേടുകളുടെ കഥയാണ് രാഷ്ട്രീയത്തിൽ പൊതുവെ പറയാനുള്ളതെങ്കിലും കോൺഗ്രസിൽ അത് കുറച്ച് കൂടുതലാണ്. ഇന്നത്തെ നിലയിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കടിപിടി കൂടുന്നവർ ആലോചിക്കേണ്ട പ്രധാന വിഷയം എത്ര സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. 41 സീറ്റ് കയ്യിലുള്ള കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അത് 71 ആകണമെങ്കിൽ 30 സീറ്റ് കൂടി കൂടുതൽ ലഭിക്കണമെന്ന് മാത്രമല്ല കയ്യിലുള്ള ഒരു സീറ്റ് പോകാനും പാടില്ല. കോൺഗ്രസിന്റെ തന്നെ ഏതാണ്ട് 5ഓളം സീറ്റുകൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ഘടകകക്ഷികളുടെ വേറെയും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് വീതം കൂടിയതാണ് ഇവരെല്ലാം വലിയ കേമമായി പറഞ്ഞു നടക്കുന്നത്. യഥാർത്ഥത്തിൽ അത് മുസ്ലിം ഏകോപനം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. ലീഗ് മത്സരിക്കുന്ന 27 സീറ്റിലും ജയിച്ചാൽ ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഏതായാലും 22 സീറ്റിൽ അവർ ഉറപ്പായി ജയിക്കും. ജയിക്കുന്ന സീറ്റുകളിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിക്കും. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ട വോട്ട് ഷെയറിന്റെ വർധനവ്. ഇത് കണ്ട് ഒരു കോൺഗ്രസ്സുകാരനും കുന്തളിക്കേണ്ട കാര്യമില്ല. ഈ വോട്ടുകളൊന്നും കോൺഗ്രസ്സുകാർക്ക് പൂർണ്ണമായും ലഭിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല രമേശ് ചെന്നിത്തല തീർത്തിരിക്കുന്ന ചക്രവ്യൂഹത്തിൽപ്പെട്ട എത്ര പേർ നിയമസഭ കാണുമെന്നതും ആലോചിക്കണം. കോൺഗ്രസിന് ഇത്തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ UDFന്റെ കഥ കഴിഞ്ഞു എന്നതിന് യാതൊരു തർക്കവും വേണ്ട. ആദ്യം UDFനോട് സലാം പറഞ്ഞു പോകുന്നത് ലീഗായിരിക്കും. അവർക്ക് 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി അറിയാവുന്നവരാണ്. ഇനി ഒരു 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അതോടുകൂടി UDF തകരുകയും കോൺഗ്രസ് പിരിച്ചുവിട്ടതിന് തുല്യമാവുകയും ചെയ്യും. അതിനാദ്യം പടിയടച്ച് പിണ്ഡം വയ്ക്കേണ്ടത് KC വേണുഗോപാലിനെയാണ്. സത്യത്തിൽ അതിനു മുമ്പ് തെരണ്ടിവാല് കൊണ്ടടിച്ച് പുറത്താക്കേണ്ടത് രമേശ് ചെന്നിത്തലയെ തന്നെയാണ്. രമേശ് ചെന്നിത്തല തുടങ്ങി വെച്ച പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റുപിടിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയത് KC വേണുഗോപാലാണ്. 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാത്തത് കൊണ്ടാണ് സതീശനെ ആ സ്ഥാനത്ത് കൊണ്ടുപോയി കുടിയിരുത്തിയത്. സതീശൻ ഏറ്റെടുത്ത പണി കൃത്യമായി നിർവഹിച്ചു എന്നതിൽ ഒരു തർക്കവുമില്ല. ആ സതീശനെ അട്ടിമറിക്കാൻ വേണ്ടി ചെന്നിത്തല കാണിക്കുന്ന മുഴുവൻ നെറിയേടുകൾക്കും പച്ചക്കൊടി കാണിച്ച് കൂടെ നിന്നിരുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. ഇനി കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയും പരസ്യമായി അഭ്യാസങ്ങൾ കാണിച്ച നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പ് മുതൽ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചു കാണും. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ധരിച്ചു നിൽക്കുന്ന മുഴുവൻ പേർക്കും നിരാശയുണ്ടാകുന്ന ഒരു റിസൾട്ടായിരിക്കും 4-ാം തീയതി വരാൻ പോകുന്നത്. അത് പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ കുഴപ്പമല്ല, കോൺഗ്രസിലെ നേതാക്കന്മാരുടെ മാത്രം കുഴപ്പമാണ്.